നമസ്കാരം. നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ ചില ദിവസങ്ങളിൽ ക്ലാസ് റൂം ഒരു യുദ്ധക്കളം പോലെ തോന്നാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാരമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധ്യാപനത്തെക്കുറിച്ചുള്ള പുതിയ ടെക്നിക്കുകളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെയും ഉള്ളിലേക്ക് നോക്കി പഠനം എങ്ങനെ കുറച്ചുകൂടി സന്തോഷമുള്ള ഒരു അനുഭവമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരുപക്ഷേ നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും ഇത്, അല്ലേ? വിരൽത്തുമ്പിൽ ഇത്രയധികം അറിവുകളുണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എന്താ ശ്രദ്ധ കിട്ടാത്തത്? ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ടെൻഷൻ കൂടുന്നതെന്താ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ളൊരു യാത്രയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഈ വെല്ലുവിളികളൊന്നും നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായി കാണേണ്ടതില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒന്നുമല്ല. സത്യത്തിൽ ഇത് ഒട്ടുമിക്ക അധ്യാപകരും ഒരുമിച്ച് നേരിടുന്ന, പക്ഷേ പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിതിനെ അങ്ങനെ കണ്ടു തുടങ്ങാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ ഒരു ടീച്ചറുടെ ചുമലിലുള്ള ഭാരം എത്ര വലുതാണെന്ന്. സിലബസ് തീർക്കണം, ക്ലാസ് മാനേജ് ചെയ്യണം, പേരൻസിനെ കൈകാര്യം ചെയ്യണം. ഇതിനെല്ലാം പുറമെ ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയും വേണം. ഈ പ്രതീക്ഷകളുടെ ഭാരം നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തളർത്തുന്നുണ്ട്. നമ്മൾ ഈ ഭാരമെല്ലാം ചുമക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർ വരുന്നത് പഠനത്തിന്റെ ടെൻഷനും മൊബൈൽ സ്ക്രീനുകളോടുള്ള ഒരുതരം അടിമത്വവും തോറ്റുപോകുമോ എന്ന പേടിയുമൊക്കെയായിട്ടാണ്. ഈ രണ്ട് ലോകങ്ങൾ തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അതെ, ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇതൊരു അച്ചടക്കത്തിന്റെ കുറവോ മോട്ടിവേഷന്റെ കുറവോ അല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ വൈകാരികവും മാനസികവുമായ വളർച്ചയിൽ എവിടെയോ സംഭവിച്ചൊരു വിടവാണിത്. ശരി, അപ്പൊ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. മാർക്കിനും സിലബസിനും അപ്പുറത്തേക്ക് നോക്കി എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് നമുക്കൊന്ന് പുനർവിചിന്തനം ചെയ്യാം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചൊരു കണക്കിലെ ഫോർമുലയോ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഒരു വർഷമോ ഒരു കുട്ടി ചിലപ്പോൾ മറന്നുപോയേക്കാം. പക്ഷേ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അവർക്ക് എന്ത് തോന്നി എന്നത്, ആ സുരക്ഷിതത്വം, ആ പരിഗണന, അതവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞുപോകില്ല. അപ്പോ ഇതാണ് ടീച്ചിങ്ങിന്റെ യഥാർത്ഥ ശക്തി. നിങ്ങൾ വിഷയങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ, അവനവനെക്കുറിച്ചുള്ള മതിപ്പിനെ, ലോകത്തെ അവർ എങ്ങനെ കാണണം എന്നതിനെയൊക്കെയാണ് ശരിക്കും രൂപപ്പെടുത്തുന്നത്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം നിറവേറ്റാൻ അധ്യാപകർക്ക് കൂടുതൽ ജോലിഭാരം കൊടുക്കുകയല്ല വേണ്ടത്, അല്ലേ? പകരം ഈ ആഴത്തിലുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാക്കിയെടുത്ത കുറച്ചു പുതിയ പ്രായോഗികമായ വഴികൾ പരിചയപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ പുതിയ സമീപനമെന്ന് പറയുന്നത് കുട്ടികളെ കൂടുതൽ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചോ കൂടുതൽ സമ്മർദ്ദം കൊടുക്കുന്നതിനെക്കുറിച്ചോ അല്ല. നേരെ മറിച്ച് ടീച്ചേഴ്സിനെ കൂടുതൽ ശക്തരാക്കുന്നതിനെക്കുറിച്ചാണ്. സ്വന്തം വികാരങ്ങളെയും കുട്ടികളുടെ വികാരങ്ങളെയും മനസ്സിലാക്കി ക്ലാസ് റൂമിന് മുന്നോട്ട് നയിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതിലെ ആദ്യത്തെ ചട്ടക്കൂട് ഫോക്കസ് ചെയ്യുന്നത് ടീച്ചറുടെ ഉള്ളിലുള്ള കഴിവിനെ വളർത്താനാണ്. ഇതിന് 3 സ്റ്റെപ്പുകളുണ്ട്. 1. കുട്ടികളുടെ തലച്ചോറ് ടെൻഷനോടെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക. 2. നമ്മുടെ സ്വന്തം വികാരങ്ങളെയും കുട്ടികളുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും അതിനെ മാനേജ് ചെയ്യാനും പഠിക്കുക. പിന്നെ 3. അധികാരത്തിനു പകരം സഹാനുഭൂതിയോടെയുള്ളൊരു ബന്ധം കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിൽ കിട്ടിയ കഴിവിനെ എങ്ങനെ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്താം? അതാണ് രണ്ടാമത്തെ ചട്ടക്കൂട്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് ശാന്തമായി ക്ലാസ് എടുക്കുന്നത് മുതൽ കുട്ടികളിൽ നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തുന്ന പോസിറ്റീവ് ഡിസിപ്ലിൻ പോലുള്ള കാര്യങ്ങൾ വരെ ഇതിൽ വരും. അപ്പോ ഈ പുതിയൊരു രീതി വരുമ്പോൾ ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് ശരിക്കും മാറുന്നത്? കോലാഹലങ്ങളിൽ നിന്ന് ശാന്തതയിലേക്കുള്ള ആ മാറ്റം എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. ഒരുപക്ഷേ ഈ ചിത്രം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. എപ്പോഴും ഒച്ചയിടേണ്ടി വരുന്ന, വൈകുന്നേരമാകുമ്പോഴേക്കും ആകെ തളർന്നു പോകുന്ന, കുട്ടികളുമായി ഒരു കണക്ഷൻ കിട്ടാത്ത ഒരവസ്ഥ. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ക്ലാസ് റൂം ഇങ്ങനെയായി മാറിയാലോ? പേടിക്ക് പകരം പരസ്പരം ബഹുമാനം, ബഹളത്തിന് പകരം ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം, ക്ഷീണത്തിന് പകരം സന്തോഷത്തോടെയുള്ള ഒരു പഠനാന്തരീക്ഷം. ഇത് കേൾക്കാൻ തന്നെ ഒരു പ്രതീക്ഷ തോന്നുന്നില്ലേ? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരിക്കലും നിങ്ങൾക്കൊരു എക്സ്ട്രാ വർക്കല്ല. സത്യത്തിൽ ഇത് നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് വൈകാരികമായി സുരക്ഷിതത്വം തോന്നുന്ന ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോ അധ്യാപനം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന, കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കുന്ന ഈ ഒരു യാത്രയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തയ്യാറാക്കിയതാണ്. വലിയ ക്ലാസുകൾ, സിലബസ് തീർക്കാനുള്ള ടെൻഷൻ,
പേരൻസിന് പ്രതീക്ഷകൾ, ഇതെല്ലാം കണക്കിലെടുത്താണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായൊരു ചിന്തയാണല്ലേ? നിങ്ങളിപ്പോൾ തന്നെ മഹത്തായൊരു ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയെ കൂടുതൽ ഫലപ്രദമാക്കാനും നിങ്ങളായി നിന്നുകൊണ്ട് തന്നെ അത് ചെയ്യാനും സഹായിക്കുന്ന ഒരു പിന്തുണ മാത്രമാണിത്. വ്യക്തതയോടെ പഠിപ്പിക്കുക, ശാന്തതയോടെ പഠിപ്പിക്കുക, ജീവിതത്തിനു വേണ്ടി പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ കാതൽ. ഈ മാറ്റത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതാ ഇവിടെയുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഈ പുതിയ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.